നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 മാർച്ച് മാസം 5-ാം തീയതി വ്യാഴാഴ്ച. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതോടൊപ്പം തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, പശ്ചിമേഷ്യയിൽ യുദ്ധം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് കനത്ത ഭീഷണി ഉയർത്തുകയാണ്. രാജ്യത്തിനാവശ്യമായ ക്രൂഡ് ഓയിലിൻ്റെ പകുതിയോളവും ഈ പാതയിലൂടെയാണ് എത്തുന്നത് എന്നതിനാൽ തന്നെ ഇറാഖ്, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്ധന വിതരണം നിലച്ചിരിക്കുകയാണ്. ഈ പ്രതിസന്ധി മറികടക്കാനായിട്ട് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി അടിയന്തരമായി വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിലാണ് കേന്ദ്ര ഗവൺമെൻറ്റും അതോടൊപ്പം തന്നെ പൊതുമേഖല എണ്ണ കമ്പനികളും. അമേരിക്കയുടെ സമ്മർദ്ദത്തെ തുടർന്ന് റഷ്യൻ എണ്ണയുടെ അളവ് ഇന്ത്യ അടുത്തിടെ കുറച്ചിരുന്നെങ്കിലും നിലവിലെ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ഏഷ്യൻ സമുദ്രമേഖലയിൽ ലഭ്യമായ റഷ്യൻ എണ്ണ ശേഖരം അത് പ്രയോജനപ്പെടുത്താനാണ് പുതിയ ചർച്ചകൾ നടക്കുന്നത്. എന്നാൽ ക്രൂഡ് ഓയിലിനേക്കാൾ ഇന്ത്യയെ ഇപ്പോൾ ആശങ്കയിലാഴ്ത്തുന്നത് പാചകവാതകത്തിൻ്റെ ലഭ്യതയാണ്. രാജ്യത്തെ LPG ആവശ്യത്തിൻ്റെ 80% ഇറക്കുമതിയെയാണ് ആശ്രയിക്കുന്നത്. ഇതിൽ ഭൂരിഭാഗവും എത്തുന്നത് ഹോർമുസ് പാതയിലൂടെയാണ്. പെട്രോളിയത്തിൻ്റെതുപോലെ തന്നെ വലിയ തോതിലുള്ള തന്ത്രപ്രധാന ശേഖരം അത് LPGക്ക് ഇല്ലാത്തത് പ്രതിസന്ധിയുടെ ആഴം കൂട്ടുന്നു. ഹോർമുസ് കടലിടുക്കിലെ ഗതാഗത തടസ്സം നീണ്ടുപോയാൽ അത് രാജ്യത്ത് പാചകവാതക വിതരണത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നിലവിൽ 10 ദിവസത്തേക്കുള്ള ഇന്ധന ശേഖരം ഇന്ത്യയുടെ പക്കലുണ്ടെങ്കിലും ഭാവിയിലെ ക്ഷാമം ഒഴിവാക്കാൻ അമേരിക്ക, ലാറ്റിൻ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ എണ്ണ എത്തിക്കാനുള്ള ശ്രമങ്ങളും സമാന്തരമായിട്ട് നടക്കുന്നുണ്ട്. പെട്രോളിയം മന്ത്രാലയം സ്ഥിതിഗതികൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയാണെന്നും ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ അറിയിക്കുമ്പോഴും വരാനിരിക്കുന്ന കടുത്ത ക്ഷാമത്തെക്കുറിച്ച് വിപണി വിദഗ്ധർ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സ്ത്രീ സുരക്ഷാ പദ്ധതി, കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് തുടങ്ങിയ സ്കീമുകളുടെ ആനുകൂല്യ വിതരണം ഈ മാസം തന്നെ ഉണ്ടായിരിക്കും. ഏകദേശം 25-ാം തീയതിയോടുകൂടി തന്നെ വിതരണം ചെയ്യാനാണ് സാധ്യത. സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾ മുടങ്ങാതിരിക്കാൻ പ്രത്യേക ഉത്തരവുകൾ മുൻകൂറായിട്ട് പുറപ്പെടുവിക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് കണക്ട് ടു വർക്ക് പദ്ധതിയുടെയും സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെയും 2ാം ഗഡു ഈ സമയത്ത് വിതരണം ചെയ്യും. 25-ാം തീയതി മുതൽ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ധനസഹായം എത്തിച്ചേരുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക ഉത്തരവുകൾ ഉടൻ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പ്രസിദ്ധീകരിക്കുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, മാർച്ച് മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ചിലപ്പോൾ 2 മാസത്തെ തുകയായിട്ട് ഒരുമിച്ച് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഏപ്രിൽ മാസത്തിലെ പെൻഷൻ കൂടി വിഷു, ഈസ്റ്റർ പ്രമാണിച്ച് മുൻകൂട്ടി വിതരണം ചെയ്തേക്കാം. ഏപ്രിലിൽ തെരഞ്ഞെടുപ്പ് കൂടി അടുത്ത് വരുന്നതിനാൽ തന്നെ മാർച്ച് മാസത്തിലെ തുക വൈകിപ്പിക്കുകയോ അല്ലെങ്കിൽ മെയ് മാസത്തിൽ നേരത്തെയാക്കുകയോ ചെയ്തുകൊണ്ട് 2 ഗഡുക്കൾ ഒരുമിച്ച് നൽകാനാണ് കൂടുതലും സാധ്യത. എന്തായാലും 2 മാസത്തെ പെൻഷൻ ഉറപ്പായിട്ട് ലഭിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അർഹരായ എല്ലാ ഗുണഭോക്താക്കൾക്കും ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ ലഭ്യമാക്കുന്നതിനായിട്ടുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരികയാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പും പെരുമാറ്റച്ചട്ടവും പരിഗണിച്ച് ആനുകൂല്യ വിതരണത്തിൽ പിന്നീട് തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് വിതരണ തീയതി മുൻകൂട്ടി നിശ്ചയിച്ചതും ആവശ്യമായ ക്രമീകരണങ്ങളുമൊക്കെ തന്നെ ഇപ്പോൾ ചെയ്തു വരുന്നത്. നിലവിൽ 63 ലക്ഷത്തോളം ഗുണഭോക്താക്കളാണ് പെൻഷൻ പട്ടികയിലുള്ളത്. ഗുണഭോക്താക്കളുടെ പട്ടിക പുതുക്കുന്നതിൻ്റെയും അർഹതയില്ലാത്തവരെ ഒഴിവാക്കുന്നതിൻ്റെയും ഭാഗമായിട്ടുള്ള പരിശോധനകളും ഇപ്പോൾ നടന്നു വരികയാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, റംസാൻ പ്രമാണിച്ച് പ്രത്യേക ഭക്ഷ്യ കിറ്റുമായിട്ട് സപ്ലൈകോ. റംസാൻ നിലാവ് എന്ന പേരിട്ടിരിക്കുന്ന കിറ്റിൽ 1018 രൂപ വിപണി വില വരുന്ന 15 ഇനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ കിറ്റ് ഉപഭോക്താവിന് 786 രൂപയ്ക്ക് ലഭിക്കുന്നതാണ്. 1 കിലോ വീതം ശബരി അപ്പം പൊടി, പുട്ടുപൊടി, 100 ഗ്രാം വീതം ചിക്കൻ മസാല, പെരുംജീരകം, മീറ്റ് മസാല, ജീരകം, മല്ലിപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, 50 ഗ്രാം കുരുമുളക് പൊടി, 1 കിലോ വീതം റവ, പഞ്ചസാര, 250 ഗ്രാം ശബരി ഗോൾഡ് ചായപ്പൊടി, ഏലക്കായ 20 ഗ്രാം, അണ്ടിപ്പരിപ്പ് 50 ഗ്രാം എന്നിവയാണ് കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാർച്ച് 20 വരെയാണ് ഈ ഓഫർ നിങ്ങൾക്ക് ലഭിക്കുക. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ്. ബുധനാഴ്ച മാർച്ച് 4-ാം തീയതി 22 സ്വർണ്ണത്തിന് ഗ്രാമിന് 285 രൂപയും പവന് 2280 രൂപയും കുറഞ്ഞു. ഗ്രാമിന് 15080 രൂപയിലും പവന് 1,20,640 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതോടൊപ്പം തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.